നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ്. എനിക്ക് വലിയ തരികൾ പോലെയുള്ള നുറുക്ക് ഗോതമ്പാണ് കിട്ടിയിരിക്കുന്നത്. 1 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സൈസിലുള്ളതാണെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാല വെച്ച് എടുത്തതാണ്. കണ്ടില്ലേ, അപ്പോൾ വലിയ തരികളുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ മൊത്തമുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നേരം വാല വെച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. പാൻ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വാല വെച്ച് വരുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നുറുക്ക് ഗോതമ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ വറുത്തെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ല പോലെ ഡ്രൈ ആവുന്നത് വരയ്ക്കും നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, നല്ല പോലെ നമ്മുടെ നുറുക്ക് ഗോതമ്പിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയ്ക്കും മതി. അപ്പോൾ ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് വലിയ തരികളായതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയിട്ട് വരുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ചെറിയ ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണെങ്കിൽ പൊടിക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2-3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്, കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരികളിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എല്ലാ നുറുക്ക് ഗോതമ്പും ഓരോ ബാച്ചായിട്ട് നല്ല പോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് പൊടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് തരികളോടുകൂടി ഫൈനായിട്ടല്ല പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെയാണ് ലഡു തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലഡുവിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് നട്ട്സ് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. അത് ഈ നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നട്ട്സൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടായിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഈ നെയ്യ് കുറച്ച് കൂടുതലിരുന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെയ്യ് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നിരിക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയുടെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായ ചതച്ചതാണ്, ഒരു 4 ഏലക്കായ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓറഞ്ച് ഫുഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമില്ല ഫുഡ് കളറ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് കട്ട കെട്ടാതെ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ
നമുക്ക് ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ആവശ്യത്തിനുള്ള വേവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കളർ എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കളർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും ശ്രദ്ധിക്കുക. അതേപോലെ അധികം കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി 1-2 നുള്ളു ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അതേപോലെ ഇതിൽ വെള്ളവും വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ നുറുക്ക് ഗോതമ്പിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ആവശ്യത്തിനുള്ള വേവുമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1 കപ്പ് പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു അധികം മധുരമല്ല. അതേപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങുമ്പോൾ നല്ല കടും മധുരമായിരിക്കും. ആ ഒരു മധുരം വേണമെങ്കിൽ 1.5 കപ്പ് വരെ മുതൽ 2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒന്നും കൂടി ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ അതായത് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് ശരിക്കും വരുന്ന പരുവം വരെ ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അത് ഈ സമയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം ആവുന്നത് വരയ്ക്കും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മുടെ ലഡുവിൻ്റെ മിക്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് കൈ പിടിക്കാൻ ചൂട് ആറുന്നത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇത് നമ്മൾക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കൈയൊക്കെ വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്ന ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തേനേക്കാളും കുറച്ചും കൂടി ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ ലഡു തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ നെയ്യ് തടവാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. നമ്മൾ കടയിൽ നിന്ന് മോതിച്ചോറ് ലഡു ഒക്കെ വാങ്ങൂലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ലഡു ഇരിക്കുന്നത്. ശരിക്കും നമുക്കിത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാനും കൂടി പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ലഡുവും ഇതേപോലെ തന്നെ ഉരുട്ടി എടുക്കാം. അപ്പോൾ ഇതേപോലെ കൈയുടെ ഇടയിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അധികം ചൂടൊന്നുമില്ല. അതേപോലെ തന്നെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ എല്ലാ ലഡുവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ മോതിച്ചൂർ ലഡുവിൻ്റെ ആ ഒരു രീതിയിലും അതേ ഒരു ടേസ്റ്റിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലഡു പിടിക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടെക്സ്ചറിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അതേപോലെ തന്നെ ചൂടാറിയിട്ട് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ. താങ്ക്